ഹായ് കൂട്ടുകാരെ, വഴുതന ചെടിയിലെ പുഴുശല്യം എങ്ങനെ ഒഴിവാക്കാമെന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഈ വഴുതന ചെടി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. നിറയെ പൂക്കളായിരുന്നു. പൂക്കളെല്ലാം കായകളായി മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ വഴുതന ചെടിയെ കീടങ്ങളിൽ നിന്നും പുഴുകളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ഞാൻ ചെയ്തത്, നമ്മുടെ വീടുകളിൽ വേസ്റ്റായിട്ട് കളയുന്ന സബോളയുടെ തൊണ്ടുകൾ അടപ്പുള്ള ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് 2 ദിവസത്തേക്ക് അടച്ചു വെച്ചതിന് ശേഷം 8ഓ 10ഓ പഴുത്ത കാന്താരി മുളകും കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് നന്നായി അരിച്ച് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത ഈ ലായനിയിലേക്ക് 2 സ്പൂൺ വിനാഗിരിയും 3-4 തുള്ളി ഹാൻഡ് വാഷും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഹാൻഡ് വാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഷാമ്പു ചേർത്താലും മതി. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ഈ ലായനി എത്രത്തോളമാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെടിയുടെ ഇലയുടെ മുകൾ ഭാഗത്തും അടിയിലുമായി നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഴയുള്ള സമയത്ത് സ്പ്രേ ചെയ്യാതിരിക്കുക. വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കീടങ്ങൾ ചെടിയെ ആക്രമിക്കുന്നത് വൈകുന്നേര സമയങ്ങളിലാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ കീടങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നല്ല തളിരിലകളും നല്ല കായ്ഫലം കിട്ടാനായിട്ടും അതും ഇടയാകും. നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനും സാധിക്കും.